ഒടുവിൽ കാത്തിരുന്ന തീരുമാനം വരികയാണ്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് നാളെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കും. മുഴുവൻ ചർച്ചകളും പൂർത്തിയായി. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം അന്തിമമാക്കി. ആ തീരുമാനം പ്രഖ്യാപിക്കുന്നത് പക്ഷേ നാളെയുള്ളൂ. എല്ലാ ചർച്ചകളും പൂർത്തിയായി എന്ന് അല്പസമയം മുൻപ് AICCയുടെ കമ്മ്യൂണിക്കേഷൻ ഹെഡ് ജയറാം രമേശ് അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഈ രാത്രി പുലരുന്നത് വരെയും കൂടി കാത്തിരിക്കണം. ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നറിയാൻ 11ാം നാൾ കേരളം ഭരിക്കും എന്ന് അറിയാനിരിക്കുകയാണ്. ഞാൻ പാനലിസ്റ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് ആദ്യം. ബാലു, 3 പേരുകൾ, അവരിൽ ആർക്കാണ് സാധ്യത എന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് ഇന്ന് പ്രഖ്യാപനം ഉണ്ടായില്ല? പലരും പറയുന്നത് 13ാം തീയതി എന്നുള്ളത്, 13 എന്നുള്ളത് ബാഡ് ലക്കാണ് അല്ലെങ്കിൽ ബാഡ് നമ്പറാണ് എന്ന അന്ധവിശ്വാസം പലർക്കും ഉണ്ട്. അതുപോലെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, അതുകൊണ്ടാണെന്ന് പറയുന്നവരുണ്ട്. അതല്ല, ഈ സന്ധ്യാനേരത്ത് തീരുമാനം പുറത്തുവിട്ട് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കേണ്ട, പ്രവർത്തകരുടെ രോഷം വിളിച്ചു വരുത്തേണ്ട, എതിർ അഭിപ്രായമുള്ള ആളുകൾ തെരുവിലിറങ്ങണ്ട എന്നുള്ളതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥ കാരണം? എന്തുകൊണ്ട് നാളെ? അഭിലാഷ്, യഥാർത്ഥ കാരണം എന്തുകൊണ്ടാണ് എന്നത് വ്യക്തമല്ല. ഈ അഭിലാഷ് പറഞ്ഞ 2 കാരണങ്ങൾക്ക് പുറമെ ഒരു കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ഈ ഘടകകക്ഷികളെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും RSPയും ഇക്കാര്യം നേരിട്ട് അറിയിക്കേണ്ടതായുണ്ട്. അത് നാളെ രാവിലെ അറിയിച്ചതിന് ശേഷം ഔദ്യോഗിക അറിയിപ്പ് പുറത്തുവിടുവാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് ഈ രാത്രി ഈ പ്രഖ്യാപനങ്ങളും മറ്റും നടത്തുകയാണെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന ഒരു ആശങ്ക കോൺഗ്രസിൻ്റെ പല കേന്ദ്രങ്ങളിലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഉണ്ടായിരുന്നു. കാരണം പല നേതാക്കളുടെയും വീടുകളിൽ നിരവധി പേർ ഒത്തുകൂടുന്നുണ്ടായിരുന്നു. അത് ഒരു നേതാവ് എന്നുള്ളതല്ല, പല നേതാക്കളുടെയും വീടുകളിൽ അങ്ങനെ ആൾക്കാർ ഒത്തുകൂടുന്നുണ്ടായിരുന്നു. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒരാളെ മാത്രമേ പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. മറ്റ് നേതാക്കളുടെ അനുയായികളും മറ്റും ഈ സംഘർഷത്തിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ സംഘർഷാവസ്ഥയ്ക്ക് കാരണമാകും. ആ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം നാളത്തേക്ക് മാറ്റിവെച്ചതെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ അതായത് 13ാം തീയതി എന്ന അശുഭമായ തീയതി, അതും ഒരു ഫാക്ടറായി കണക്കിലെടുത്തേക്കാം. പക്ഷെ അങ്ങനെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, ഈ സംഘർഷ സാധ്യതകൾ ഉണ്ട്. പല സ്ഥലങ്ങളിലും ആൾക്കാർ തടിച്ചു കൂടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പലയിടത്തും ചിലപ്പോൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഘടകകക്ഷികളെ അറിയിക്കേണ്ടതായുണ്ട്. ആ ഘടകകക്ഷികളെ നാളെ ഈ തീരുമാനം ആകുന്നതിന് തൊട്ടു മുമ്പ്, അതായത് നമ്മളൊക്കെ അറിയുന്നതിന് തൊട്ടു മുമ്പ് ഘടകകക്ഷി നേതാക്കളെ കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ഉന്നതർ ബന്ധപ്പെടും. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കും. തുടർന്നായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. നാളെ ആയിരിക്കും പ്രഖ്യാപനം. നാളെ പ്രഖ്യാപനത്തിന് മുമ്പ് സ്പെക്കുലേഷൻസിന് അർത്ഥമില്ല. എന്തായാലും നാളെ ആ പ്രഖ്യാപനം ഉണ്ടാവട്ടെ. ആ പ്രഖ്യാപനത്തിലേക്ക് പോവാം. ശ്രീ VR അനൂപ് കോൺഗ്രസിനെ പ്രതികരിച്ച്, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിനെ പ്രതികരിച്ച്, ശ്രീ MN കാരശ്ശേരി മുതിർന്ന എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ VR അനൂപ്, ഈ MLA-മാരുടെ ഭൂരിപക്ഷം എന്ന സാങ്കേതികത്വത്തിലല്ല കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുക്കുന്നത് എന്നുകൂടി വ്യക്തമാവുകയാണോ? MLA-മാരിൽ ഭൂരിപക്ഷം ആർക്കാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുമാത്രം നോക്കിയാണെങ്കിൽ നേരത്തെ തീരുമാനമെടുക്കാമായിരുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ തീരുമാനമെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ 4 ദിവസം മുമ്പ് തീരുമാനമെടുക്കാമായിരുന്നു. അതിനപ്പുറത്ത് എല്ലാ ഘടകങ്ങളും പരിഗണിച്ച്, സമൂഹത്തിൽ ഉയരുന്ന വ്യത്യസ്ത വീക്ഷണങ്ങൾ കൂടി പരിഗണിച്ച്, സമൂഹത്തിന്റെ താല്പര്യവും സമൂഹത്തിൽ ഉയരുന്ന വികാരവും അടക്കം കണക്കിലെടുത്തൊരു ഫൈനൽ ഡിസിഷൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തു എന്ന ഒരു തീർപ്പിൽ ഈ രാത്രി നമുക്ക് എത്തിച്ചേരാമോ? അല്ല, അതിൽ ഈ രാത്രി നമ്മളായിട്ടൊരു തീർപ്പിലേക്കും പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനു മുമ്പായി ഈ ചർച്ചയിലിരിക്കുമ്പോൾ അഭിലാഷിനറിയാം, മാതൃഭൂമിയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2ാമത്തെ തവണയാണ് നമ്മൾ വരുന്നത്. പക്ഷേ ഈ ചർച്ചയുടെ ഏറ്റവും വലിയ, ഞാൻ തന്നെ പല ചർച്ചയിലും പോയതിൽ നിന്ന് ഈ ചർച്ച തന്നെ മാതൃഭൂമി ചാനൽ തന്നെ ഇന്ന് മറ്റ് 2 ചാനൽ വിളിച്ചിട്ട് ഞാൻ പ്രിഫർ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബഹുമാന്യനായ MN കാരശ്ശേരി മാഷയുടെ സാന്നിധ്യമാണ്. അദ്ദേഹം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പബ്ലിക് ഇൻ്റലക്ച്വലാണ്. സുകുമാർ അഴീക്കോട് മാഷക്ക് ശേഷം, MN വിജയന് ശേഷം ആ ശ്രേണിയിൽ നിൽക്കാവുന്ന, മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ലാത്ത ഒരു പൊതു ബുദ്ധിജീവി എന്ന് അദ്ദേഹത്തെ കരുതുന്നതുകൊണ്ടാണ് കോൺഗ്രസ്, പ്രിയങ്ക ഗാന്ധി അടക്കം കോൺഗ്രസ് നേതൃത്വം അടക്കം അദ്ദേഹത്തെ വീട്ടിൽ കയറി ആദരിക്കുന്നത്.
അപ്പം അദ്ദേഹത്തെ പോലൊരു പൊതുബുദ്ധിജീവിക്ക് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറച്ചിലിനെ ആ അർത്ഥത്തിൽ അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അത് ചെയ്തു എന്നല്ല, അദ്ദേഹത്തിൻ്റെ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മാനിക്കുന്നുണ്ട്. ഈ ഡിസ്കോഴ്സിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ. പക്ഷേ അദ്ദേഹത്തെ പോലുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടാതെ, എനിക്കത് പലപ്പോഴും ഞാൻ കഴിഞ്ഞ ചർച്ചയിലടക്കം അഭിലാഷിനോട് സൂചിപ്പിച്ചതാണ്, അത്തരം നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ലാത്ത അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടാതെ അപകടകരമായ രീതിയിലുള്ള ഒരു ചേരിതിരിവിലേക്ക്, ധ്രുവീകരണത്തിലേക്ക് നയിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നുണ്ട്. ഇവിടെ ഞാനത് പറയുമ്പോൾ ഈ കാരശ്ശേരി മാഷൊക്കെ ഇതിനകത്തൊരു സ്വതന്ത്രവും നിർഭയവുമായ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞാനത് ഇനിയെങ്കിലും അത് പറയുമ്പോൾ ഏതെങ്കിലും മൊത്തത്തിൽ പറയാതെ അത് തുറന്ന് പറയണമെന്നാണ്. ഞാനത് തുടരാൻ അനുവദിക്കുന്നതിന് മുമ്പ് എനിക്ക് VM സുധീരന്റെ ഒരു പ്രതികരണം, അദ്ദേഹം എന്തെങ്കിലും ക്ലൂ തരുമോ നോക്കാലോ തിരിച്ചെത്തിയതിനു ശേഷം. അല്ല, അത് ഈ കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പ്രസ്ഥാനമല്ലേ. സ്വാഭാവികമായി എല്ലാ തലത്തിൽപ്പെട്ട ആളുകളുമായി ആശയവിനിമയം നടത്തി ജനമനസ്സ് തിരിച്ചറിഞ്ഞ് ഉചിതമായ തീരുമാനമെടുക്കുക എന്നുള്ളൊരു സതുദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ നല്ല തീരുമാനം വരട്ടെ എന്നാണ് നമ്മുടെ എല്ലാം പ്രത്യാശ. പരസ്യമായി പ്രതിഷേധം പ്രവർത്തിച്ചുകൊണ്ടിരുന്നുണ്ട്. രാവിലെ കെ പ്രേമചന്ദ്രൻ സംസാരിച്ചു. വൈകിട്ട് ഷിബു ബേബി ജോൺ പറഞ്ഞത് നാട്ടുഭാഷയിൽ പറയാൻ അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ തൽക്കാലം നാളെ കാണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടായി എന്നാണ് പറഞ്ഞു. ലീഗും വലിയ അസംതൃപ്തിയിലാണ്. ഘടേശൻ തന്നെ പരസ്യമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതൊക്കെ നമുക്കറിയാം, നാച്ചുറൽ ആണല്ലോ. എത്രയും പെട്ടെന്നൊരു ഗവൺമെൻറ് വരിക, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോവുക, അത് എല്ലാവരുടെയും താല്പര്യമാണ്. കോൺഗ്രസിൻ്റെയും ഘടകകക്ഷികളുടെയും UDFിൻ്റെ ആകെ താല്പര്യം അതാണല്ലോ. അതിൻ്റെ ആത്മാർത്ഥത കൊണ്ടുള്ള പ്രതികരണങ്ങളെന്നല്ലാതെ തികച്ചും സതുദ്ദേശപരമായ പ്രതികരണങ്ങൾ മാത്രമാണത്. അതൊന്നും നല്ലതിനുള്ള പ്രതികരണം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഉചിതമായ തീരുമാനം എടുക്കട്ടെ എന്ന്. ഇല്ല, അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് വരുമല്ലോ. എത്രയും അതൊക്കെ പലപ്പോഴും പല സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊന്നൊരു പുതുമയുള്ള കാര്യമല്ല. ഏതായാലും തീരുമാനം നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായി വരും. വലിയ വിജയത്തിന് ശോഭ കിട്ടുപോയില്ലേ? ശോഭ അങ്ങനെയല്ല, ചെറിയൊരു പ്രയാസം ആളുകൾക്കുണ്ട്, ജനങ്ങൾക്ക് നല്ല പ്രയാസമുണ്ട്, അതൊരു വസ്തുതയാണ്. പക്ഷേ ഗവൺമെൻറ് ഫോം ചെയ്ത് അതിൻ്റേതായ രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ പരിഹാരമായി ജനമനസ്സറിഞ്ഞുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, എല്ലാവരും വിശ്വസിക്കുന്നത്. VM സുധീരൻ മുൻ KPC പ്രസിഡന്റ് സംസാരിച്ചതാണ്. അദ്ദേഹം ഡൽഹി യാത്രയ്ക്ക് ശേഷം തിരികെ വന്ന് സംസാരിച്ചതാണ്. നേരത്തെ അനൂപ് സംസാരിച്ചു വരുമ്പോൾ താങ്കൾ സൂചിപ്പിച്ച കാര്യമുണ്ട്. ഇപ്പൊ MN കാരശ്ശേരി മാഷ് മാത്രമല്ല, പ്രമുഖരായ സാംസ്കാരിക പ്രവർത്തകർ ഇന്നൊരു പൊതു പ്രസ്താവന തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉണ്ടായ ദൗർഭാഗ്യകരമായ സന്നിഗ്ധാവസ്ഥ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. അതിൽ ഗൂഢാലോചനയും ആസൂത്രണവും ഉണ്ട്. ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തുന്ന പ്രതിഷേധാർഹമായ സമീപനം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായി. വൈകിയ വേളയിൽ തെറ്റുതിരുത്താനും ജനനിശ്ചയവും ജനാധിപത്യ മര്യാദയും സംരക്ഷിക്കാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാണെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രസ്താവന. അതിപ്പോൾ വോട്ട് ചെയ്ത ജനങ്ങൾക്ക്, നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾക്ക് പോലും കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഡിസ്കോഴ്സിനെ കുറിച്ചോ അവരുടെ അഭിപ്രായം പറയാനോ തിരുത്തണം എന്നാവശ്യപ്പെടാനോ ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ. തീർച്ചയായും അതിലേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങ് ദയവായി എന്നെ മുഴുവനായി പറയാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ MN കാരശ്ശേരി മാഷ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുബുദ്ധിജീവികൾക്ക് തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. അതിനെ മാനിക്കുന്ന, ഞങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിങ്ങൾ ആരെന്ന് ചോദിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് MN കാരശ്ശേരി മാഷയുടെ വലിപ്പത്തെ ആദരിച്ചുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ദേശീയ നേതാവ് അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ഞാൻ MN കാരശ്ശേരി മാഷ് ഇരുത്തിക്കൊണ്ട് പറയുന്നു, മാഷ് പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിനകത്ത് അപകടകരമായൊരു ധ്രുവീകരണ ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, KC വേണുഗോപാൽ ആകരുത് എന്ന് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ KC വേണുഗോപാൽ ആണോ ആകരുത് എന്നതിൽ നിന്നും അദ്ദേഹത്തെ ഒരു മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അക്കമിട്ട് തന്നെ പറയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുകയാണ് KC വേണുഗോപാൽ വെള്ളാപ്പള്ളി നടേശന്റെ നാവാണ്. അത് വസ്തുതാവിരുദ്ധമാണ്. കാരണം എല്ലാ ഘട്ടത്തിലും വെള്ളാപ്പള്ളി നടേശനെ എതിർത്തിട്ടുള്ള, വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായി ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുമ്പോൾ തൊട്ട്
അത് അവസാനത്തെ ഇലക്ഷനിൽ വരെ ശോഭാ സുരേന്ദ്രന് വേണ്ടി ശബ്ദിച്ചിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി നടേശനും ശോഭാ സുരേന്ദ്രന്റെ പ്രചരണത്തിൽ പരസ്യമായി പങ്കുവച്ചിട്ടുള്ള ഒരു നേതാവിനെ വെള്ളാപ്പള്ളി നടേശന്റെ നാവാണെന്ന് പ്രഖ്യാപിച്ചത്. വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള വിരോധം, വെറുപ്പ് KC വേണുഗോപാലിലേക്ക് ചാർത്തി കൊടുത്താനുള്ള അപകടകരമായ പരിശ്രമങ്ങൾ ആ ചാനലിലൂടെ നടന്നു എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ അംഗം ഡോക്ടർ അബ്ദുൾ സലാം അഹമ്മദ് പറയുകയാണ് KC വേണുഗോപാലിനെതിരെ തെരുവിലിറങ്ങണം. ഇതൊരു അപകടകരമായ ധ്രുവീകരണ ശ്രമത്തിലേക്ക് ഞങ്ങൾ പറയുന്നത് VD സതീശനാവണോ, ജനവികാരത്തെ മാനിക്കണോ, KC വേണുഗോപാൽ വരണോ, രമേശ് ചെന്നിത്തല വരണോ, അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ചോയ്സ് ആണ്. പക്ഷേ ആ പൊളിറ്റിക്കൽ ചോയ്സ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടി നിലപാടെടുക്കും. പക്ഷേ ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങളുടെ ആഭ്യന്തര കാര്യം സുകുമാരൻ നായർ കോൺഗ്രസ് നേതാക്കളുടെ സീനിയോറിറ്റി പരിശോധിക്കണ്ട, വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങളുടെ നേതാക്കന്മാരുടെ യോഗ്യതയും അയോഗ്യതയും പരിശോധിക്കേണ്ട, ജമാഅത്തെ ഇസ്ലാമി ശൂറ അംഗം ഞങ്ങളുടെ നേതാവിനെതിരെ തെരുവിലിറങ്ങാൻ പറയണ്ട എന്ന് ഞങ്ങൾ പറയും. പക്ഷെ ഇവിടെ അപകടകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞ ആളുകളെ ഈ പറയുന്ന എന്നെ അടക്കം ഇസ്ലാമോഫോബായി ചിത്രീകരിക്കാനുള്ള വലിയ പരിശ്രമം നടക്കുക, കൃത്യമായ ധ്രുവീകരണ പരിശ്രമം നടക്കും. അതിനെതിരെ ഞങ്ങളുടെ പ്രശ്നം ഞാൻ ആവർത്തിച്ചു പറയാണ് ഈ ചർച്ചയിലും. ഞാനത് പറയുമ്പോൾ ചോദിക്കുന്നത് ആര് KC വേണുഗോപാലിനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നാ അടിവരയിട്ട് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ അംഗവും അതുപോലെ മീഡിയ വണ്ണിലും മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്തോടു കൂടിയല്ല പറയുന്നത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സ്റ്റേജിന്റെ പിറകിലിരുന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്ന കുറുക്കന്റെ കൗശലമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണോ എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹത്തെ മുസ്ലിം, ഞാൻ ആവർത്തിച്ച ആധികാരികമായി ഉത്തരവാദിത്ത ബോധത്തോടെ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ പറയുന്നു, അദ്ദേഹത്തെ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള അപകടകരമായ പരിശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഇതിന്റെ കൗണ്ടർ കൺസോളിഡേഷൻ കേരളത്തിൽ ഉണ്ടായാൽ ആരുത്തരം പറയും? ഇവിടെ മറ്റു പല സമുദായ സംഘടനകളും അഭിപ്രായം പറയാതിരിക്കുക, അത് വളരെ പ്രധാനമാണ്. ജനവികാരം കണക്കിലെടുത്തോ, പാർലമെന്ററി പാർട്ടിയുടെ ഭൂരിപക്ഷം കണക്കിലെടുത്തോ, എന്ത് മാനദണ്ഡങ്ങൾ കണക്കിലെടുത്തോ കോൺഗ്രസ് അതിന്റെ തീരുമാനം സ്വീകരിക്കട്ടെ. നാളെ കോൺഗ്രസ് ഇവിടെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. VD സതീശനെ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. KC വേണുഗോപാലിനെ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ ഒരു വസ്തുതയാണ്, ആരൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും ഇവിടെ ചില കേന്ദ്രങ്ങളിൽ അപകടകരമായ വർഗീയ ധ്രുവീകരണ പരിശ്രമങ്ങൾ ഉണ്ടാക്കാനുള്ള ചില പരിശ്രമങ്ങൾ നടന്നു. അതിലേക്ക് കൂടി ചർച്ചകൾ പോകണം. ശരി, അതാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിലെ വക്താവ് അനൂപിന്റെ അഭിപ്രായം. ശ്രീ MN കാരശ്ശേരി, ഇപ്പോ അന്നടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകർ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ ജനാധിപത്യ സംരക്ഷണ ദിനമായി ആചരിക്കാൻ പോലും ആഹ്വാനം ചെയ്തിരുന്നു. ഇപ്പൊ കോൺഗ്രസ് എന്ന പാർട്ടി ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അതിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ള ആളുകൾ ഇന്റർഫിയർ ചെയ്യുകയാണോ, അതോ കോൺഗ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുകയാണോ ചെയ്തത്? എന്തായാലും ഇപ്പോഴത്തെ അന്തരീക്ഷം എന്താണെന്ന് നമുക്ക് കൃത്യമായി നിർണ്ണയിക്കാനൊന്നും കഴിയില്ലെങ്കിലും ജനകീയ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു കോൺഗ്രസ് എന്ന ഒരു പൊതുപ്രതീതിയാണ് ഉണ്ടാവുന്നത്. അഭിലാഷ്, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാവണം, MLA ആരാവണം, അല്ലെങ്കിൽ KPC പ്രസിഡന്റ് ആരാവണം എന്നൊക്കെ അഭിപ്രായം പറയാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലെ പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവകാശമുണ്ട്. ഞാനിവിടുത്തെ ഒരു വോട്ടറാണ്. എനിക്കിവിടെ റേഷൻ കാർഡുണ്ട്. ഞാൻ നികുതി കൊടുക്കുന്ന, ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് അഭിപ്രായം പറയാൻ ആരുടെയും സമ്മതം ആവശ്യമില്ല. പിന്നെ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ ചുരുക്കിയിട്ട് പറയാം. കേരളത്തിൽ 2024 ലോക്സഭാ ഇലക്ഷൻ നടന്നു. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നു. 2024 ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാളാണ് ശ്രീ KC വേണുഗോപാൽ. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു കാര്യമായ മുന്നേറ്റം UDF ഉണ്ടാക്കിയപ്പോഴായിരിക്കണം അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കുതിപ്പ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. അല്ലെങ്കിൽ 2024 അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കില്ലല്ലോ. 26 നിയമസഭാ ഇലക്ഷൻ വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം അടങ്ങുന്ന ഹൈക്കമാൻഡാണ് ഒരു തത്വം അംഗീകരിച്ചത്. MP-മാർ MLA സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട. അതിനെ സ്വാഗതം ചെയ്ത അനേക ലക്ഷം മലയാളികളുടെ ഒരാളാണ് ഞാൻ. കാരണം അത് ശരിയല്ല. ജനങ്ങൾ നിങ്ങളുടെ MP ആയിട്ട് തിരഞ്ഞെടുത്തു, പിന്നെ നിങ്ങൾ MLA ആകാൻ വരരുത്. അതവിടെ തീർന്നു, ഒരു പ്രശ്നമില്ല. പക്ഷെ പിന്നെ 102
സീറ്റ് കിട്ടി വരുമ്പോൾ അവിടെ പരിഗണിക്കേണ്ടത് ആരെയാണ്? നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച ആളുകളെയാണ്. അപ്പോൾ വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ എന്നുള്ള ചോദ്യത്തിൽ ഒരു തെറ്റുമില്ല, അത് ജനാധിപത്യമാണ്. പക്ഷേ ഒരിക്കലും നിയമസഭാ അംഗമല്ലാത്ത ലോക്സഭാ അംഗമായ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ ആരാണോ ആ ആള് മാത്രമായ കെ.സി. വേണുഗോപാലിൻ്റെ പേര് അതിനകത്തേക്ക് വരുന്നത് അധാർമികമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ആ നിലപാടുകാരനാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അതേ ഇവിടുത്തെ ഏറ്റവും സമുന്നതനായ നേതാവ് AICC ജനറൽ സെക്രട്ടറി, നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു, പലതുമായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ച എല്ലാ അഭിമുഖങ്ങളിലും അദ്ദേഹം പറഞ്ഞത് എൻ്റെ പണി ഐക്യം കാത്തുസൂക്ഷിക്കുകയാണ്, എൻ്റെ പണി മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങിയല്ല. അത് അദ്ദേഹത്തിൻ്റെ വാക്കാ. എൻ്റെ പേരതിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല, അതിനെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യേണ്ട, നേരം കളയണ്ട എന്ന് പറഞ്ഞ ആളാണ്. ജനങ്ങളത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിനെതിരാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ ചർച്ചകളും. അപ്പോൾ എന്താണ് ഉണ്ടായത്? ഇപ്പോൾ അനൂപ് ഇപ്പോൾ പറയുന്നത് മീഡിയ അവൻ എന്തോ പറഞ്ഞതാ, അതിന് എനിക്ക് ഉത്തരവാദിത്തമല്ല. ജമാഅത്തെ ഇസ്ലാമിയെ കുട്ടിക്കാലം തൊട്ട് എതിർത്ത് പ്രസംഗിക്കുകയും ലേഖനം എഴുതുകയും പുസ്തകം എഴുതുകയും ഇപ്പോഴും അത്തരം ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അവരുടെ ആശയപരമായ ഒരു ശത്രുവാണ്. അവർ പറഞ്ഞതിന് ഉത്തരവാദിത്തം എനിക്കില്ല. പിന്നെ ഇവിടൊക്കെ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഇവിടൊക്കെ മറ്റേതാണ് എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോ അതുപോലെ വേറെ ആരെങ്കിലും പറയുന്ന മട്ടിൽ, അല്ലെങ്കിൽ ഇപ്പോൾ CPM പറയുന്ന മട്ടിൽ ഇപ്പോൾ വർത്തമാനം പറയരുത്. കേരളത്തിൽ 941 പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തുകളിൽ ഒന്നുപോലും ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുന്നില്ല. ഇവിടെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ പോലും ഒരാളെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഉള്ള രാഷ്ട്രീയ സാന്നിധ്യമല്ല ജമാഅത്തെ ഇസ്ലാമി. അവർക്ക് വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടിയുണ്ട്. ചില പഞ്ചായത്തുകളിലോ ചില കോർപ്പറേഷനിലോ ചില ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ അവർക്ക് എവിടെയെങ്കിലൊക്കെ ചില മെമ്പർമാരുണ്ടാവും. അപ്പോൾ എപ്പോഴും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പണി ഇവിടെ എടുത്തുകൊണ്ടിരുന്നത് CPM-ആണ്. ആ പണി ഇപ്പോൾ കോൺഗ്രസ് ഒരു വിഭാഗം എടുക്കരുത്. അവർ ജമാഅത്തെ ഇസ്ലാമി ആ ആരോപണത്തിന് മറുപടി, ഇപ്പോൾ കേരളം മറുപടി പറഞ്ഞല്ലോ അതിനൊക്കെ. ഇവിടെ ജാതിയോ മതമോ നോക്കിയല്ല തെരഞ്ഞെടുപ്പ്, ഇവിടെ രാഷ്ട്രീയ പ്രബുദ്ധമാണ് കേരളം എന്ന് തെളിയിച്ചു. ഞാൻ ഉദാഹരണം പറയാം. മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലത്തിൽ 2% ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്തടത്ത് അവിടുത്തെ DCC പ്രസിഡന്റ് VS ജോയ് ജയിച്ചല്ലോ KT ജലീലിനെ തോൽപ്പിച്ചിട്ട്. എങ്ങനെയാണ് പയ്യന്നൂരിൽ കുഞ്ഞേഷൻ ജയിച്ചത്? എങ്ങനെയാണ് തളിപ്പറമ്പിൽ TK ദിവാകരൻ മാഷി ജയിച്ചത്? എങ്ങനെയാണ് അമ്പലപ്പുഴയിൽ G സുധാകരൻ ജയിച്ചത്? LDF-ലും UDF-ലും ഉള്ളവരും ഇതിലൊന്നും ഇല്ലാത്തവരായ ആളുകളുടെ രാഷ്ട്രീയ പ്രബുദ്ധത ശരിക്കും വെളിപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. മെയ് 4-ാം തീയതി എനിക്കൊരു കേരളീയ എന്നുള്ള നിലക്ക് വളരെ അഭിമാനം തോന്നി. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും ഏതെങ്കിലും ഒരു മൗലവി അല്ല ഒരു സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ആരെയൊക്കെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞു അവരെയൊക്കെ ജയിപ്പിച്ചും, ആരെയൊക്കെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞു അവരെയൊക്കെ തോൽപ്പിച്ചും ആണല്ലോ ഇലക്ഷൻ നടന്നത്. അതുപോലെ എല്ലാ സമുദായ നേതാക്കന്മാരോ പുരോഹിതന്മാരോ വികാരിമാരോ ബിഷപ്പുമാരോ ഒന്നും പറഞ്ഞെടുത്തല്ല ജനങ്ങൾ. രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയുന്നപ്പോൾ കുഞ്ഞികൃഷ്ണൻ ജയിപ്പിക്കുന്ന ആരാ? CPM-കാരാണ്. പലയിടത്തും CPM അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് ശരിയായ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ തരത്തിൽ ഹൈക്കമാൻഡ് തന്നെ നിശ്ചയിച്ച ഒരു തത്വം, അതായത് MP-യെ MLA ആയിട്ട് പരിഗണിക്കുകയില്ല എന്നുള്ള തത്വം എന്തിൻ്റെ പേരിൽ ലംഘിക്കുന്നു എന്ന് ചോദിക്കാൻ ഏത് കേരളീയനും ഏത് ഇന്ത്യക്കാരനും അവകാശമുണ്ട്. ആ ചോദ്യമാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചത്. വേറെ ഒന്നുമില്ല. തീർച്ചയായിട്ടും നല്ല മുഖ്യമന്ത്രിയാവോ അല്ലേ എന്നല്ല നമ്മൾ പറയുന്നത്. തീർച്ചയായും. പിന്നെ V.D. സതീശൻ ഒരു കാഴ്ചപ്പാടുള്ള നേതാവാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്താണ് മുഖ്യം, ആരാണ് മുഖ്യൻ എന്നൊരു 50 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. ഒന്നാന്തരം പ്രസംഗമായി. ഈ തരത്തിൽ കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ കുറവാണല്ലോ എന്ന് എനിക്ക് തോന്നി. മാത്രമല്ല, ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സച്ചിദാനന്ദ മാഷോട് സതീശൻ്റെ സാന്നിധ്യത്തിൽ ഞാനത് പറഞ്ഞു. ആ പ്രസംഗം വളരെ നന്നായിരുന്നു. പിന്നെ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് കളിക്കാത്ത ഒരാളാണ് സതീശൻ എന്നതിൻ്റെ തെളിവ് ഈ 25 കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അദ്ദേഹം മന്ത്രിയായില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഗ്രൂപ്പില്ല. കോൺഗ്രസിനകത്ത് ഗ്രൂപ്പില്ല, നിലനിൽപ്പില്ല എന്ന് തിരിയാത്ത ഒരാളായിപ്പോയി സതീശൻ. പിന്നെ ഇപ്പം എന്താണ്?
ഈ ഗ്രൗണ്ട് റിയാലിറ്റി, ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്ന ഒരേ ഒരു നേതാവാണ് ശരി സതീശൻ. അദ്ദേഹമാണ് പറഞ്ഞത് 100-ലധികം സീറ്റ് കിട്ടും. അദ്ദേഹമാണ് പറഞ്ഞത് 12 മന്ത്രിമാർ തോറ്റുപോകും, 13 മന്ത്രിമാർ തോറ്റു. അപ്പോൾ ഇവിടെ ഇപ്പോൾ പഴയ നേതാക്കന്മാർ KPC പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ കെ സുധാകരൻ. അദ്ദേഹം 4-5 ദിവസം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ മന്ദീഭവിക്കുന്ന മട്ടിൽ അദ്ദേഹം റിബലായിട്ട് മത്സരിക്കോ, അദ്ദേഹം BJP പോവോ, അദ്ദേഹം പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കോ, സണ്ണി ജോസഫിനെ തോൽപ്പിക്കോ തുടങ്ങിയുള്ള ഒരുപാട് ചർച്ചകൾ ഇവിടെ വന്നല്ലോ. അത് എന്തിനാ ബഹളം ഉണ്ടാക്കിയിരുന്നത്? അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാണ്ടത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാണ്ടത്. ഒരു നിലപാടില്ല കെ സുധാകരനെ. രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കാര്യമാണെങ്കിലും PV അൻവറിന്റെ കാര്യമാണെങ്കിലും വേറെ ഏത് കാര്യമാണെങ്കിലും നിലപാടുള്ള കാഴ്ചപ്പാടുള്ള ഒരാളാണ്. ശരി, അതുകൊണ്ട് സതീശനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, തീരുമാനമായിട്ടില്ല, പക്ഷേ മുസ്ലിം ലീഗിന് വളരെ കൃത്യമായ നിലപാട് ഇക്കാര്യത്തിലുണ്ട്. ആ നിലപാട് കൊണ്ടായിരിക്കണം ഇപ്പോൾ തന്നെ വിവാദം വന്നു കഴിഞ്ഞു. കോൺഗ്രസ് തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഇടപെട്ടത് എന്തിന് എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. ജി സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറി പറയുന്നു ലീഗ് അടക്കം ഇടപെട്ടു. അതെന്തുകൊണ്ടാണ് ഈ ലീഗ് അടക്കം ഇടപെട്ടത് കൊണ്ടാണ് തീരുമാനം വൈകാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള പൊളിറ്റിക്സ് എന്തായിരിക്കുമെന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഘടകകക്ഷികളുടെ ചോയ്സ് ആയിട്ടാണോ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ വരേണ്ടത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ? അല്ല, ഞാൻ ഈ ചർച്ച കേൾക്കുന്നത് കേരളത്തെ പോലെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്ത ചില കാര്യങ്ങളാണ്. ഐക്യജനാധിപത്യ മുന്നണി മത്സരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ്. 10 വർഷം കേരളം ഭരിക്കുകയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇടതുപക്ഷ നിലപാടുകളിൽ നിന്ന് വിഭിന്നമായി കേരളത്തെ ഒരു വർഗീയ നിലപാടുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ചില സമീപനങ്ങൾ കേരളം ഭരിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് വരെ ഉണ്ടായപ്പോഴാണ് പ്രബുദ്ധമായ കേരളത്തിൽ നിന്ന് ഈ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായത്. കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നും കേരളത്തെ ഒരു സ്വേച്ഛാധിപതിയുടെയോ ഏകാധിപതിയുടെയോ രീതിയിലൂടെ കൊണ്ടുപോകാൻ ഈ ജനത അനുവദിക്കില്ല എന്ന വലിയ വിധിയെഴുത്താണ്. ആ വിധിയെഴുത്താകട്ടെ വളരെ കൃത്യമായി ഒരു നല്ല സ്ട്രാറ്റജി ഉണ്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പോയത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിൽ ഒരു യാത്ര നടത്തി എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നു എന്ന് കൃത്യമായ ഒരു മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. ആ മാനിഫെസ്റ്റോ വെച്ച് ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് കേരളീയ സമൂഹം അതിന്റെ വിധിയെഴുത്ത് നടത്തി. ആ വിധിയെഴുത്തിന് മുമ്പ് നേരത്തെ ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ 100-ലധികം സീറ്റ് നേടുമെന്നും 4ഓളം ജില്ലകളിൽ കൃത്യമായ വിജയം നേടുമെന്നും അതോടൊപ്പം തന്നെ MLA മന്ത്രിമാരടക്കം വീഴുമെന്നും ഒക്കെ നേരത്തെ പ്രവചനം നടത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഇത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യം ടീം UDF. അതാണ് എവിടെയും കേട്ടത്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു കൊടിയുടെയോ നിറം നോക്കാതെ ടീം UDF എന്ന പേരിലാണ് ഈ മുന്നോട്ട് പോയത്. അതിന്റെ ഗുണഫലം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ആ ടീം UDF എന്നതിന്റെ ഗുണഫലം എല്ലാവർക്കും ഉണ്ടായി. നല്ല മികച്ച റിസൾട്ട് ഉണ്ടായി. ആ മികച്ച റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം. ആ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നത് മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം, ആ കക്ഷികൾ തീരുമാനിക്കും. പക്ഷേ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും മറ്റുള്ളവർക്കില്ല എന്ന രീതിയിലേക്കൂടെ വ്യാഖ്യാനങ്ങൾ വന്നു. പക്ഷെ ഹൈക്കമാൻഡ് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖമായ ഘടകകക്ഷികളെ വിളിച്ചു. ആ ഘടകകക്ഷികളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു, അഭിപ്രായം ആരാഞ്ഞു. ആ അഭിപ്രായം എന്തായിരിക്കണം? കേരളത്തിലെ പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിധിയെഴുത്തിലൂടെ നമുക്ക് നൽകിയ ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരത്തിന് ഹിതമായിരിക്കണം, ആ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നതായിരിക്കണം, അതിനനുസൃതമായിട്ടുള്ളൊരു തീരുമാനമാകണം എന്നത് പറയാൻ ആർക്കും അവകാശമുണ്ട്. ആ അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതിലേതെങ്കിലും ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃനിരയിലുള്ള ഏതെങ്കിലും നേതാക്കൾ വർഗീയതയുടെ മൂടുപടമുള്ളവരാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതുകൊണ്ടാണല്ലോ രാജ്യത്തെ BJP പോലെയുള്ള ഒരു കക്ഷിക്കെതിരായി അവരുടെ നിലപാടെടുക്കുന്നത്, രാജ്യത്തിലെ മതേതര മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ഏത് വെല്ലുവിളിയെയും അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിന് യാതൊരു പക്ഷപാതവുമില്ലാതെ ആരുടെയും മുഖം നോക്കാതെ ആ മതേതര മുന്നേറ്റത്തെ പിന്തുണക്കുക എന്ന സമീപനമാണ് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു പാർട്ടി എടുത്തത്. ഇവിടെയും ഞങ്ങൾ എടുക്കുന്ന സമീപനം അതാണ്. ഇവിടെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിൽ, കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കറിയാം മുസ്ലിം ലീഗ് എടുത്ത തീരുമാനം എന്താണ്?
ഇന്നും ഞങ്ങളുടെ നേതൃയോഗം ചേർന്നു. ആ നേതൃയോഗം ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം വരികയാണെങ്കിൽ ഒരു ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ചെറിയ ചുമതലയല്ല. അതാണ് ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അത് വളരെ ഭംഗിയോടുകൂടി നിർവഹിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ എന്നല്ല നാട് ഭരിക്കുന്ന ഏതൊരു പ്രമുഖമായ കക്ഷിയുടെയും ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കപ്പെടുമ്പോൾ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ എടുക്കണം. നിങ്ങൾക്കറിയാം, കോൺഗ്രസ് പാർട്ടി കാര്യങ്ങൾക്ക് ഇന്ന് തീരുമാനിക്കുന്നു, നാളെ തീരുമാനിക്കുന്നുവെങ്കിൽ നാളെ മുസ്ലിം ലീഗ് പാർട്ടി ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനങ്ങൾ എന്താണെങ്കിലും ആലോചിച്ചെടുത്ത അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് ഹൈക്കമാൻഡ് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്നൊരു വ്യതിയാനമില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിൽ അതിനുശേഷം ആ പ്രഖ്യാപനം വന്നാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്നതിനെ കുറിച്ചും പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായ തീരുമാനമെടുക്കാൻ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി. ഇന്ന് നേതൃയോഗം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം. അദ്ദേഹം തീരുമാനമെടുത്താൽ പാർട്ടിയുടെ സുപ്രീമോ എന്ന നിലയിൽ പാർട്ടിക്ക് അത് സ്വീകാര്യമാണ്. ഇത് വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ഈ പറയുന്നത്, ഈ ഒരു ചർച്ച കൊണ്ടുപോകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നുണ്ട്. അത് മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന് എന്നോടൊരു പുതിയ തലമുറയിലെ 2-3 ഡോക്ടർമാരുടെ സംഘം അവർ പറഞ്ഞത്, ഞങ്ങൾ സാധാരണ വോട്ട് ചെയ്യാറുള്ളത് ഇടതുമുന്നണിക്കാണ്, ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്തത് UDF-നാണ് പ്രതീക്ഷയോടുകൂടി. ആ പ്രതീക്ഷ നിങ്ങൾ തകർക്കുകയാണ്. ഇത് പലയിടത്തും, ഇത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നല്ല ഈ കേൾക്കുന്നത്, ഇത് എല്ലായിടത്തുമുള്ള ഒരു വികാരമാണ്. അതുകൊണ്ട് ഇത് ഒരു കോൺഗ്രസ്സുകാരന്റെയോ ഒരു ലീഗുകാരന്റെയോ ഒരു അഭിപ്രായമല്ല. നമുക്കൊരു പ്രശ്നത്തെ രമ്യമായി പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തി കേരളത്തിൽ ജനം പ്രതീക്ഷിക്കുന്ന വിധം ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ. നാളെ മുഖ്യമന്ത്രിയാവും. ഇനി അതിനുശേഷമുള്ളത് എന്തെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എനിക്കിപ്പോൾ ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ VR അനൂപ്, എന്തുകൊണ്ട് സാംസ്കാരിക പ്രവർത്തകർക്ക് സംസാരിക്കേണ്ടി വന്നു എന്നിവിടെ വളരെ ഭംഗിയായി ശ്രീ MN കാരശ്ശേരി വിശദീകരിച്ചു. KC വേണുഗോപാൽ നമുക്കറിയാം, ഇലക്ഷനിൽ മത്സരിച്ചിട്ടുള്ള ആളല്ല. അദ്ദേഹം ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ഈ CM റേസിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരാഴ്ച മുമ്പ് തന്നെ മുഖ്യമന്ത്രി കാര്യത്തിൽ തീരുമാനം ഉണ്ടായേനെ. ഇപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ആദ്യത്തെ മന്ത്രിസഭാ യോഗവും കഴിഞ്ഞേനെ. ഇപ്പൊ നാളെ എന്താണ് തീരുമാനം വരുന്നത് എന്നറിയില്ല. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം വർഗീയതയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത ആളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നോക്കൂ, ഈ CM റേസിൽ അദ്ദേഹം വന്നതുകൊണ്ട് വലിയ എതിർപ്പുണ്ടായി. നാളെ മറിച്ചൊരു തീരുമാനമാണ് ഉണ്ടാവുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ വലിയൊരു ഡിഫീറ്റായി, അതല്ലെങ്കിൽ വലിയൊരു അപമാനമായി അത് കിടക്കില്ലേ? അദ്ദേഹത്തെ പോലത്തെ ഒരു നേതാവ് അങ്ങനെ ഒരു പരിശ്രമത്തിന് മുതിർന്നതല്ലേ ഈ കാര്യങ്ങളെ ഈ മട്ടിലാക്കിയത്? അല്ല അഭിലാഷ, ഇതിനൊന്നും വ്യക്തിപരമായി കാണേണ്ടതില്ല എന്നുള്ളതാണ് അഭിപ്രായം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അത് വ്യത്യസ്തമായ ചുമതലകളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത നേതാക്കന്മാരെ ഏൽപ്പിക്കാറുണ്ടെന്നേ. ഇപ്പോൾ KC വേണുഗോപാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന പശ്ചാത്തലം എന്താ? അന്ന് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ ഒരു പൊതുയോഗത്തിൽ പറയാണ്, ആലപ്പുഴ മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്ന ലോക്സഭാ മണ്ഡലം, ബാക്കി എല്ലായിടത്തും നമ്മുടെ MP-മാരാണ്. അവിടെ ലോക്സഭാ മണ്ഡലത്തിൽ KC വേണുഗോപാൽ മത്സരിച്ചാൽ ആ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച നിർദ്ദേശം അദ്ദേഹം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അത് വലിയ സ്വീകാര്യത കിട്ടി. ശോഭാ സുരേന്ദ്രനെതിരെ വേറൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ, അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമായിരുന്നു എന്ന് CPM പോലും വിലയിരുത്തിയേ. ഇവിടെ സാംസ്കാരിക പ്രവർത്തകർക്ക് ഇത്തരം വിവിധ അവരവരുടെ ചോയ്സുകൾ, MN കാരശ്ശേരി മാഷെ പോലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ കൽപ്പറ്റ നാരായണ മാഷെ പോലുള്ള ഒരാൾക്ക് അവരവരുടെ ചോയ്സുകൾ മുന്നോട്ട് വെക്കാനുള്ള അർഹതയൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അവർ ആ കാര്യത്തിൽ ഒരു എതിർപ്രായം പറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ഷാനു, ഇപ്പോൾ താങ്കൾ പറഞ്ഞു ആലപ്പുഴയിൽ നിന്നുള്ള MP, നോക്കൂ അദ്ദേഹത്തിന്റെ ലോക്സഭയിലെ പെർഫോമൻസ് ഗംഭീരമാണ്. നോക്കൂ, LOP കഴിഞ്ഞാൽ ലോക്സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ അംഗമാരാണ് KC വേണുഗോപാലാണ്. രാഹുൽ ഗാന്ധിയാണ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എങ്കിലും യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നത് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 240 അംഗങ്ങൾ, 238 അംഗങ്ങൾ, ഇനിയിപ്പോൾ എത്രയെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും 238 അംഗങ്ങൾ സാധാരണ നിലയ്ക്കുള്ള ഒരു ബ്ലോക്കാണ്. അപ്പൊ അതിന്റെ ആകെ നായകനായി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ തന്നെ ലോക്സഭയിൽ ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കംഫർട്ട് സോൺ ഒരുക്കുന്ന ആ പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ എന്തിനാണ് ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പദത്തിലേക്ക് 63 MLA-മാർ ഇവിടെ ഇലക്ടഡായി നിൽക്കുമ്പോൾ ആ റേസിലേക്ക് വന്നത് എന്നുള്ളതാണല്ലോ ചോദ്യം. അതുകൊണ്ടാണല്ലോ സാംസ്കാരിക പ്രവർത്തകർക്കടക്കം അഭിപ്രായം പറയേണ്ടി വന്നത്. അല്ല, തീർച്ചയായും അവരെ അഭിപ്രായം പറയാനുള്ള അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടായിരിക്കും. കാരശ്ശേരി മാഷെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ടായിരിക്കും. ആ അർഹത ആരാ ചോദ്യം ചെയ്തത്?
അദ്ദേഹം അഭിപ്രായം പറയട്ടേന്നേ. ഇവിടെ കോൺഗ്രസ് പാർട്ടി അത്ര അഭിപ്രായങ്ങളെ കൂടി പരിഗണിക്കുന്നു, അതിന് കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറമുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് എന്താ, കാരശ്ശേരി മാഷ് ഇവിടെ പറഞ്ഞു വർഗീയ വിദ്വേഷ വിഭജന അജണ്ടകൾക്കെതിരെയാണ് കേരളം വിധി എഴുതിയത്. ആ വിധി എഴുത്തിന് അട്ടിമറിക്കാനുള്ള ചില പരിശ്രമങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞത്. ഏതെങ്കിലും സമുദായമല്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അഭിപ്രായങ്ങളെ കേരളത്തിലെ ഈഴവ സമുദായവും മൊത്തത്തിൽ നിരാകരിച്ചു. അതുകൊണ്ടാണ് കേരളത്തിൽ ഈഴവ സമുദായത്തിന് മുൻതൂക്കമുള്ള എത്രയോ നിയോജക മണ്ഡലങ്ങളുണ്ട്. അവിടെ ഈ പറയുന്ന ഒരു വലിയ ധ്രുവീകരണം വെള്ളാപ്പള്ളി നടേശൻ അനുസരിച്ചാണ് കേരളത്തിലെ ഈഴവ സമുദായം വോട്ട് ചെയ്തതെങ്കിൽ അവിടെയൊക്കെ ആരാ ജയിച്ചു വരേണ്ടത്? വളരെ കൃത്യമാണ്. ഈഴവ സമൂഹം, ഈഴവ സമുദായം, വടക്കേ മലബാറിലെ തീയ സമുദായവും ഞാൻ നിരാകരിച്ചുന്നേ. ഇത് എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നിരാകരിച്ച വർഗീയ വിഭജന രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്തിനെ ചില ആളുകളിലേക്ക് എം.എൻ. കാരശ്ശേരി മാഷ് പറഞ്ഞു എന്നല്ല, അത് അപകടകരമാണെന്നാണ് പറഞ്ഞത്. ചില ആളുകളിൽ ചില ചാപ്പടിക്കാനുള്ള അഭിലാഷം ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട് അഭിലാഷേ, ഇത് സംഘപരിവാറിന്റെ സീക്രട്ട് ഏജന്റാണ് കെ സി വേണുഗോപാൽ എന്ന് ഫേസ്ബുക്കിൽ തുറന്നു കഴിഞ്ഞാൽ അഭിലാഷ് ആത്മാർത്ഥമായിട്ട് അങ്ങനെ പറയുന്ന ആളുകളില്ല എന്ന് പറയാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് എത്ര വലിയ വ്യക്തി അധിക്ഷേപമാണ് അദ്ദേഹത്തിന് നടത്തുന്നത്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് വഖഫിന് വേണ്ടി ശബ്ദമുയർത്തിയ ഒരാളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ വ്യക്തികളടക്കം, ഞാനത് പറയാൻ കാരണം എനിക്ക് പേരെടുത്തൊരു സംഘടനയെയോ വ്യക്തിയെയോ പരാമർശിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ആര് പറഞ്ഞു എന്ന് ചോദിക്കും ഇവര്. പറഞ്ഞ നമ്മളെ ഇസ്ലാമോഫോബാക്കും. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതെ, നിവൃത്തികേട് കൊണ്ട് പറഞ്ഞു പോവാണ്. അങ്ങനെ കൃത്യമായ ഒരു അജണ്ട വെച്ച് ചർച്ച ചെയ്യുക. മാത്യു കുഴൽനാടൻ അഭിപ്രായം പറഞ്ഞപ്പോ ഫേസ്ബുക്കിന് താഴെ മാത്യു കുഴൽനാടിന്റെ കൃസംഗിയാക്കുക. അതുപോലെ ഇവിടെ കൃത്യമായി ഇത് വളരെ എം.എൻ. കാരശ്ശേരി മാഷ് പറയുന്നതല്ല ഇവിടെ നടക്കുന്നത്. കാരശ്ശേരി മാഷ് പറയുന്നതിന് അദ്ദേഹത്തിന്റെ അർഹതയെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം ഇതുകൂടി പരിഗണിക്കണം. ഇങ്ങനെ ഇതിന് വിഭാഗീയമായി ഉപയോഗിക്കുന്ന ഒരു സാമുദായിക ധ്രുവീകരണത്തിലേക്ക് ഇതിൽ നയിക്കുന്ന ചില ആളുകളുണ്ട്. എം.എൻ. കാരശ്ശേരി മാഷ് അങ്ങനെയല്ല, മുസ്ലിം ലീഗ് പാർട്ടി അങ്ങനെയല്ല. പക്ഷെ കൃത്യമായ അജണ്ട വെച്ച് ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് കർട്ടന് പിറകിലിരുന്ന് കളി കാണുന്ന, കളി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കേരളം പരാജയപ്പെടുത്തണം. 3 എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പർ അല്ല അഭിലാഷേ. കേരളത്തിൽ ചാത്തന്നൂരും ഈ കഴക്കൂട്ടവും ഇതൊക്കെ വരുന്ന 3. 2011 പശ്ചിമ ബംഗാളിൽ BJP അംഗസംഖ്യ എന്താ? ഇത് പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുന്ന ആളുകളെ പോലും ഇത് പറഞ്ഞതിന്റെ പേരിൽ ഈ പറയുന്ന ചാപ്പയടിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിൽ കൃത്യമായി ഈ ചർച്ചയെ വഴിതിരിച്ചു വിടാനുള്ള നമ്മൾ വലിയ പരിശ്രമങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യുന്ന ദിവസം ആരാണ് പോയി വീഴേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ കെ സി വേണുഗോപാൽ ഏതെങ്കിലും തരത്തിൽ ഒരു പക്ഷപാതിത്വം കാണിക്കുന്ന ആളാണ് എന്ന് പൊതുസമൂഹത്തിന് സംശയമില്ലാത്തിടത്തോളം അതിൽ പോകണം. ഇപ്പൊ നോക്കൂ, ഇന്നലെ അദ്ദേഹം ഈ മലപ്പുറത്തുണ്ടായ ദുരന്തത്തിൽ അനുശോചിച്ചൊരു കുറിപ്പിട്ടപ്പോൾ വലിയ ബാക്ക്ലാഷ് കണ്ടതാണ്. അത് ആരുടെയൊക്കെ ഭാഗത്താണ്? ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനാ ബന്ധമുള്ള ആളുകളുടെ ഭാഗത്താണോ? ഇല്ല. അത് നമുക്ക് അതിന്റെ ജിയോഗ്രഫി നോക്കിയാൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുണ്ട്. അതല്ലെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പൊതുവികാരമായി അതിനെ കണ്ടാൽ പോരെ. അതിന് ആ തരത്തിലുള്ള സാമുദായിക നിറം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഇതിനകത്ത് പറയുന്നത് എന്താ, അത്തരം രണ്ടിനെയും എം.എൻ. കാരശ്ശേരി മാസ്റ്റർ ഉയർത്തുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെയും നേരത്തെ പറഞ്ഞ നിക്ഷിപ്ത താല്പര്യങ്ങളെയും രണ്ടും രണ്ടായി കാണുന്നേ. പിന്നെ ആളുകൾ ഒരു ഉന്മാദ മാനസികാവസ്ഥയിൽ എത്തിച്ചിരിക്കുക. ഒരു ചരമോപചാരം അർപ്പിക്കുന്ന സമയത്ത് പോലും അതിനകത്ത് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്ന ഔചിത്യബോധമില്ലാത്ത ആൾക്കൂട്ട മാനസികാവസ്ഥ എങ്ങനെയാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? എം.എൻ. കാരശ്ശേരി മാഷും കൽപ്പറ്റ നാരായണ മാഷും അഭിപ്രായം പറയുന്ന പോലെയാണോ? ഒരു ആരാധക മാനസികാവസ്ഥ, ഈ ആൾക്കൂട്ട മാനസികാവസ്ഥ അപകടമാണെന്നാ പറഞ്ഞത്. ഈ കാരശ്ശേരി മാസ്റ്റർ ആം ആദ്മി പാർട്ടിയുടെ ആളായിരുന്ന ഒരാളല്ലേ. ഈ ആം ആദ്മി ഉത്പാദിപ്പിച്ച ആൾക്കൂട്ടം പിന്നീട് പല സ്ഥലത്തേക്കും പോയിന്നേ. ഈ പറയുന്ന ഈ ആൾക്കൂട്ട മാനസികാവസ്ഥ, ഉന്മാദ മാനസികാവസ്ഥ നമ്മൾ അഭിസംബോധന ചെയ്യണ്ടേ? ഔചിത്യത്തോടു കൂടി കാരശ്ശേരി മാസ്റ്ററോ അല്ലെങ്കിൽ കൽപ്പറ്റ നാരായണ മാഷോ ഒരു അഭിപ്രായം പറയുന്നതും ഇത്തരം ഒരു ആൾക്കൂട്ടം കാര്യങ്ങൾ തീരുമാനിച്ചാൽ അത് എവിടെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന, അത് തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നത് ഈ പറയുന്ന ഡെമോക്രസിയെ ബോബോക്രസി കൊണ്ട് കീഴ്പ്പെടുത്താനുള്ള ഈ ശ്രമം ഉണ്ടല്ലോ. ഇപ്പൊ ഇന്ന് കേരളത്തിൽ 300-500 പേരുടെ പ്രകടനം നടന്നു. നാളെ കർണാടകത്തിൽ 1000, 10,000, 1.5 ലക്ഷം പ്രകടനം നടത്താൻ കഴിയുന്ന ആളുകളുണ്ടെന്നേ. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, തെലങ്കാനയിൽ നടക്കും. ആൾക്കൂട്ടത്തിന് അങ്ങനെ ഒരു അപ്രമാദിത്വം കൽപ്പിച്ചു കൊടുത്താൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അത് രണ്ടും പൗര സമൂഹത്തിലെ ശബ്ദങ്ങളെ കേൾക്കുന്നതും ആൾക്കൂട്ടത്തിന്റെ ആധിപത്യത്തെയും രണ്ടായി കാണണം. കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓരോ സമയത്ത് ഈ ആൾക്കൂട്ടം ഔചിത്യമില്ലാതെ പെരുമാറുക. ഇവിടെ നാളെ ഈ അഭിപ്രായം ചെയ്തില്ലെങ്കിൽ ഇവിടത്തെ കല്യാണ വീട്ടിൽ പോകാൻ പറ്റില്ല, നാളെ അഭിപ്രായം അനുസരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചെറു സംഘങ്ങൾ നമ്മുടെ പാർട്ടികളുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് കണക്കിലെടുക്കാതെ പോകാൻ കഴിയില്ല എന്നുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ എവിടെ പോകും? റോട്ടിൽ ഒരു 300 പേര് ഇറങ്ങുന്നുണ്ട്. റോട്ടിൽ ഇറങ്ങാതെ വീട്ടിലിരിക്കുന്ന ആളുകളില്ലേ? ഒരു പാർലമെന്റ് ജനാധിപത്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ?
അവിടെ ജനപ്രതിനിധികൾക്കാണ് 5 വർഷത്തേക്ക് മാൻഡേറ്റ്. അടുത്ത 5 വർഷത്തേക്ക് അവരതിനനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ തോൽപ്പിക്കാം. ഓരോ സന്ദർഭത്തിലും ആൾക്കൂട്ടം തെരുവിലിറങ്ങി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. മറ്റ് ശബ്ദങ്ങളെ പരിഗണിക്കേണ്ട എന്നല്ല, ആൾക്കൂട്ടത്തിന് കീഴടങ്ങിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ശരി, അങ്ങനെ പറ്റുമോ? ശ്രീ MN കാരശ്ശേരി, കോൺഗ്രസ് ആൾക്കൂട്ടത്തിന് കീഴടങ്ങണോ എന്ന ചോദ്യമാണ് അവിടെ അനൂപ് ഉന്നയിക്കുന്നത്. ആ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു ചരമോപചാരം അർപ്പിക്കാൻ KC വേണുഗോപാലിന് കഴിയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ M ലിജുവിന് കഴിയാത്ത വിധത്തിൽ മോബ് ലിഞ്ചിങ് അവരെ നടത്തേണ്ട കാര്യമുണ്ടോ? KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വന്നാൽ അത് വിമർശിക്കാം, അത് തെറ്റാണ് എന്ന് പറയാം. പാർലമെന്ററി പാർട്ടിയിൽ ഉള്ള ആളുകളാണ് അതിനർഹർ എന്ന് പറയാം. അത് ന്യായമായ നിലപാടാണ്. അതിനപ്പുറത്ത് വർഗീയ ചാപ്പ കുത്തുകയും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന ചോദ്യം ആ പക്ഷത്തു നിന്ന് ഉയരുന്നുണ്ട്. ആ തരത്തിലൊക്കെ മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ പോയാൽ ചോദ്യം ചെയ്യുമെന്ന അവസ്ഥ, ഇത് ജനാധിപത്യത്തിന് ഗുണകരമാണോ അതോ മോബോക്രസിയാണോ? അതാണ് അനൂപ് ഉന്നയിക്കുന്ന വിഷയം. അഭിലാഷേ, ഞാൻ ഈ സമയത്ത് ഓർത്ത ഒരു തമാശ പറയാം. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വിൻസ്റ്റൺ ചർച്ചിൽ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ എതിർപക്ഷത്തുള്ള ഒരു മെമ്പർ വളരെ ഭീകരമായിട്ട് അദ്ദേഹത്തെ വിമർശിച്ച് പ്രസംഗിക്കുകയാണ്. അപ്പോൾ പ്രസംഗം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ചർച്ചിൽ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ മറ്റേ ആൾക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, മിസ്റ്റർ ചർച്ചിൽ, ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത്, ഇങ്ങനെ തലയാട്ടാൻ പാടില്ല. അപ്പോൾ ചർച്ചിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട മെമ്പർ അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം പറയുന്നു, ഞാൻ എൻ്റെ സ്വന്തം തലയാണ് ആട്ടുന്നത്. അപ്പോൾ അതുപോലെ അനൂപ് മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ സ്വന്തം തലയാണ് ആട്ടുന്നത്. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞതിന് മറുപടി വരേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. ഞാൻ കഴിഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് 40 കൊല്ലമായിട്ട് ഷാബാനു കേസിൻ്റെ കാലം തൊട്ട് ജമാഅത്തെ ഇസ്ലാമിയെ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളിലും എതിർക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങാം എന്ന് പറഞ്ഞപ്പോൾ UDF അങ്ങനെ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. VD സതീശൻ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. പിന്നെ അദ്ദേഹത്തെ എനിക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, 2006 ഇവിടുത്തെ പൊതുമണ്ഡലം എങ്ങനെ പെരുമാറിയിരുന്നു. പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു, എന്ത്, VS അച്യുതാനന്ദന് ടിക്കറ്റ് കൊടുക്കണ്ട, പൊതുമണ്ഡലമാണ് അത് ഏറ്റെടുത്തത്. അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കേണ്ടി വന്നു. അദ്ദേഹം ജയിച്ചു, അദ്ദേഹം മുഖ്യമന്ത്രിയായി. അത് ഈ കേരളത്തിലുണ്ടായൊരു കാര്യമാണ്. അന്നിപ്പോൾ മരിച്ചുപോയ എൻ്റെ ഗുരുനാഥൻ അഴീക്കോട് മാഷായിരുന്നു അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം, അദ്ദേഹത്തിൻ്റെ അനേകം പ്രസംഗങ്ങളാണ് VSനോട് കാണിച്ച അന്യായത്തിനെതിരായിട്ട് ഒരു ബഹുജനാഭിപ്രായം രൂപീകരിക്കാൻ സഹായിച്ചത്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമല്ല. അതായത് ആളുകൾക്കൊക്കെ അഭിപ്രായം പറയാം. അപ്പോൾ അനൂപ് ചെയ്യുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിക്ക് മറുപടി പറയാണ്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതിന് എനിക്ക് ഉത്തരവാദിത്തമല്ല. പിന്നെ ഏതെങ്കിലും കല്യാണ പന്തല്ലോ ഏതെങ്കിലും ഫേസ്ബുക്കിൽ, ഇപ്പോൾ അഭിലാഷിന് അറിയാമായിരിക്കുമല്ലോ, എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എത്രയോ കാലമായിട്ട്, ഏറ്റവും ചുരുങ്ങിയത് 5 കൊല്ലമായിട്ട് നിരന്തരം തെറി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ആ തെറി പറയുന്ന അധികവും CPM ആണ്. പിന്നെ ഇടയ്ക്ക് RSSകാരുണ്ടാവും, ഇടയ്ക്ക് SDPIക്കാരുണ്ടാവും. അങ്ങനെ അതൊക്കെ സാധാരണമാണ്. അതൊക്കെ നീ പറഞ്ഞതാണ്. അപ്പോൾ അവർ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ച ലളിതമായൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഒരു തത്വം, ഹൈക്കമാൻഡ് ഉണ്ടാക്കിയ തത്വം അവർ ലംഘിക്കുന്നത് എന്തിനാണെന്നാണ്. അതിന് മറുപടി ഇല്ലല്ലോ. അതിന് മറുപടി ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതാണോ? ജമാഅത്തെ ഇസ്ലാമി ഞാനോട്ട് എന്താ ബന്ധം? ഇതിപ്പോൾ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു എന്നാന്ന് പറഞ്ഞു. ഏത് പോളിറ്റ് ബ്യൂറോ? ഞങ്ങൾക്ക് VS അച്യുതാനന്ദൻ എന്നൊരു നേതാവിന് ടിക്കറ്റ് കൊടുക്കാത്തത് ശരിയല്ല എന്ന് പാർട്ടിക്കകത്തും പുറത്തുള്ള ആൾ പറഞ്ഞു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിണറായി വിജയൻ്റെ കോലം DYFIക്കാർ കത്തിച്ചു. അത് ഈ നാട്ടിൽ നടന്നതാണ്. അപ്പോൾ VSനെതിരായിട്ട് പാർട്ടിക്കകത്ത് ഇവരുണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും നേരിട്ടത് പാർട്ടിക്ക്, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകാർ മാത്രമല്ല, പുറത്തുള്ള ആളുകളും മാധ്യമങ്ങളും കൂടിയാണ്. അതൊക്കെ മറന്നുപോയിട്ടാണ് അനൂപ് സംസാരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അത് ദയവായി തിരിച്ചറിയണം. പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ എങ്ങനെയാണ് കേരള സമൂഹത്തെ പേടിച്ചത്, കേരള സമൂഹത്തെ അനുസരിച്ചത്, അതേമാതിരി ഹൈക്കമാൻഡ്, ആരാ ഹൈക്കമാൻഡ്? ജനങ്ങളാണ് ഹൈക്കമാൻഡ്. അവിടെയാണ് അതിൻ്റെ കാര്യം. സ്വന്തം വാക്കിന് യാതൊരു വ്യവസ്ഥയില്ലാതെയാണ് നിർഭാഗ്യവശാൽ ശ്രീ KC വേണുഗോപാൽ പെരുമാറിയത്. അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണ് എന്ന് ഞാൻ ആരോടും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. ഞാൻ ആ ഭാഗം ആലോചിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞത് അതിൻ്റെ രാഷ്ട്രീയമായ ധാർമ്മികതയാണ്, അതിൻ്റെ പൊളിറ്റിക്കൽ എത്തിക്സ്. അദ്ദേഹം ഒരിക്കലും ഈ ഡൽഹിയിൽ നിന്ന്
മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പറന്നിറങ്ങുകയില്ല എന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും പ്രത്യേകിച്ച് ചാനലുകൾ നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. ആ വാക്ക് അദ്ദേഹം പാലിക്കണം. MP-മാരെ MLA സ്ഥാനത്തേക്ക് പരിഗണിക്കുകയില്ല എന്ന് പറഞ്ഞ വാക്ക് ഹൈക്കമാൻഡ് പാലിക്കണം. നമ്മളിതിന്റെ ധാർമ്മികതയാണ് പറയുന്നത്. അല്ലാതെ വേറെ ആര് മുഖ്യമന്ത്രിയായ എനിക്കെന്താ അഭിലാഷേ? എനിക്കതിൽ ഒന്നും നഷ്ടപ്പെടാനില്ല, നേടാനുമില്ല. പക്ഷെ നമുക്കൊരു അന്തസ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാനൊരു ചെറിയ തമാശ ഇന്ന് വാട്സപ്പ് കണ്ടത് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഈ 3 പേരെയും ഒരാൾ താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. ആരാണ്? ഒന്ന് VD സതീശൻ, അദ്ദേഹം കാമുകനാണ്. രമേശ് ചെന്നിത്തല, അദ്ദേഹം മുറച്ചെറുക്കനാണ്. KC വേണുഗോപാൽ, അദ്ദേഹം കുടുംബക്കാർ നിശ്ചയിച്ച ആലോചനയിൽ വരുന്ന ഭർത്താവാണ് എന്നാണ്, വരനാണ് എന്നാണ്. അപ്പോൾ ഈ തരത്തിലാണ് കാര്യമുള്ളത്. അപ്പോൾ പല തരത്തിൽ ഒരുപാട് തമാശകൾ, ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എത്തിക്കലാവണം ഒരു നിലപാട്, ധാർമ്മികമാവണം. അത് പിന്നെ വേറൊരു കാര്യമുള്ളത്, 39 MLA-മാർ വേറെ ഉണ്ടല്ലോ. മുസ്ലിം ലീഗുകാരുണ്ട്, RSPക്കാരുണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്. അവർക്കൊക്കെ അഭിപ്രായം പറയാൻ അർഹത ഉണ്ടാവും. അതിപ്പോൾ MMSN പറയുന്ന മാതിരിയോ മാത്യു കോഴിനാടൻ പറയുന്ന മാതിരിയോ അവർ വർത്തമാനം പറയാൻ പാടില്ല എന്ന തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി ക്ഷോഭം കാണിക്കരുത്. അവരാരും ഒരു മര്യാദകളും കാണിച്ചിട്ടില്ല. ഇവരുടെ ഇലക്ഷനിൽ, ഇവരുടെ സെലക്ഷനിൽ, ഇവരുടെ നോമിനേഷനിൽ എവിടെയല്ല ചെയ്തത്. അവരുടെ MLA-മാരെ നയിക്കുന്ന മുഖ്യമന്ത്രി ആരാവണം എന്ന് അവരോട് ചോദിച്ചതിന് മറുപടി പറയത്. ആ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന തരത്തിൽ സംസാരിക്കുന്നത് മുന്നണി മര്യാദകൾക്കെതിരാണെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ശരി. അവിടെയാണ് ശ്രീ അനൂപ് അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി. എനിക്ക് അറിയേണ്ടത് കേരളത്തിൽ ഒരിക്കൽ കൂടി ഒരു VS അച്യുതാനന്ദൻ മൊമെന്റ് ആവർത്തിക്കപ്പെടുകയാണോ എന്നാണ്. 2006 2011 2 തവണ സംഭവിച്ചു. 2 തവണയും CPM VS അച്യുതാനന്ദനെ മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു. 2 തവണയും ജനങ്ങൾ തെരുവിലിറങ്ങി ആ തീരുമാനത്തെ തിരുത്തി. ജനങ്ങൾ തെരുവിലിറങ്ങി തിരുത്തിയതാണ് എന്ന് ആ പാർട്ടി സമ്മതിക്കുക പോലും ചെയ്തു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും വഴങ്ങേണ്ടി വന്നു. അതിന്റെ ഒരു ആവർത്തനം സംഭവിക്കുകയാണോ? എല്ലാ പിന്തുണയും, അതായത് പാർലമെന്ററി പാർട്ടിയിലെ പിന്തുണ അടക്കമുണ്ടായിട്ടും KC വേണുഗോപാലിന് ജനകീയ പ്രതിഷേധത്തിന് മുമ്പിൽ VD സതീശന് വഴങ്ങിക്കൊടുക്കേണ്ടി വരികയാണോ? അതാണോ നാളെ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത്? അതാണോ? അല്ല, പാർട്ടി ഹൈക്കമാൻഡിൻ്റെ പരിധിയിലിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നാളെ എന്ത് സംഭവിക്കാമെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. അതിനെക്കുറിച്ചുള്ള അറിവില്ല. അറിവുണ്ടെങ്കിൽ കൂടി എനിക്ക് പറയാനുള്ള അധികാരമില്ല. പിന്നെ ചരിത്രം 2 തവണ ഒരുപോലെ സംഭവിക്കില്ല എന്നാണല്ലോ കാർൾ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ, ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ അഭിപ്രായം പറയാം. ആരാണ് ആ അഭിപ്രായം പറയാവുന്നതാണ്? കേരള കോൺഗ്രസിന് പറയാം. പക്ഷേ രാഷ്ട്രീയമായ തീരുമാനം കോൺഗ്രസ് പാർട്ടിക്കും എടുക്കാം. ആ അഭിപ്രായം അവർക്ക് പറയാം. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ പൊളിറ്റിക്കൽ പ്രയോറിറ്റീസ് അനുസരിച്ച് ഈ പറയുന്ന പാർലമെന്ററി ഒരു ജനാധിപത്യത്തിൽ പ്രാഥമികമായി ജനവികാരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന MLA-മാരാണ്. ആ MLA-മാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാം. തീർച്ചയായും ഈ MN കാരശ്ശേരി മാഷ് പോലുള്ള പൗര ശബ്ദങ്ങളെ പരിഗണിക്കാം, ഘടകകക്ഷികളെ പരിഗണിക്കാം. പക്ഷെ ആ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. ആ തീരുമാനത്തെ ഈ പറഞ്ഞ നേരത്തെ ഈ ആൾക്കൂട്ടത്തിനകത്ത് ആൾക്കൂട്ടം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ആൾക്കൂട്ടത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയാൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഭരണമുള്ളൊരു പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ആ ഒരു പ്രതിസന്ധിയെ കൂടി അഭിമുഖീകരിക്കേണ്ടി വരും. ഈ പറയുന്ന ഈ എല്ലാ ആൾക്കൂട്ടങ്ങളും ഓർഗാനിക്കായി ഉത്ഭവിക്കുന്നതാണോ എന്നുള്ളതും പ്രശ്നമുണ്ട്. നാളെ പ്രകടനം വേണമെന്ന് പറഞ്ഞ് തലേ ദിവസം വാട്സപ്പിൽ മെസ്സേജ് വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു KPCC മെമ്പർക്കെതിരെയാണ് നടപടിയെടുത്തത്. അപ്പോൾ ഇതിലും ആസൂത്രിതമായി ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കാം. ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരുന്ന ഒരാളാണ് കാരശ്ശേരി മാസ്റ്റർ. പിന്നീട് ആ ആം ആദ്മി പാർട്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച അത് നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലത്തും ആൾക്കൂട്ടം എന്ന് പറയുന്നത് ശരിയായിക്കൊള്ളണമെന്നില്ല. ഒരു പാർട്ടികൾക്ക് തെറ്റുപറ്റാം, പാർട്ടികളും ശരിയായിക്കൊള്ളുന്നില്ല. പക്ഷെ പാർട്ടികൾക്ക് തെറ്റുപറ്റിയാൽ തിരുത്താൻ ജനാധിപത്യത്തിൽ വഴികളുണ്ട്. ആ പാർട്ടികൾ വീണ്ടും ജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ ആൾക്കൂട്ടത്തിന് തെറ്റുപറ്റിയാൽ അത് തിരുത്താൻ കഴിയില്ല. ആത്യന്തികമായ ഉത്തരവാദിത്വബോധം രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. കോൺഗ്രസ് പാർട്ടി അതിന്റെ മുന്നിലുള്ള പല ഘടകങ്ങൾ പരിശോധിച്ച് നാളെ ഉചിതമായ ഒരു തീർപ്പിലെത്തും. ആ തീർപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരായ ഞങ്ങൾ എല്ലാവരുടെയും തീർപ്പ് കൂടിയാണ്. അത് ഞങ്ങൾ അംഗീകരിക്കും. നാളെ ഇതേ ദിവസം ഇതേ ചർച്ചയ്ക്ക് അഭിലാഷ് മോഹൻ വിളിച്ചാൽ അന്ന് VD സതീശനെയാണ് തീരുമാനിച്ചെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി, രമേശ് ചെന്നിത്തലയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി, KC വേണുഗോപാലാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ ആൾക്കൂട്ടത്തിന് തീർപ്പിലല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ തീർപ്പിൽ. വ്യക്തമാണ്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണ് ഈ ലീഗ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടിനെ കുറിച്ച് രാഷ്ട്രീയ ഉപശാലകളിൽ പലതരത്തിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നു. ലീഗിന്റെ ചോയ്സ് ഒബ്വിയസ്ലി VD സതീശനാണ്. അതിലൊരു കുറ്റവുമില്ല. ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ ഘടകകക്ഷികൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശമുണ്ട്. പക്ഷെ കേട്ടത്
ഇനി കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ, അങ്ങനെയാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് എങ്കിൽ പ്രതിഷേധമുയർത്തും, മന്ത്രിസഭയിൽ കുറച്ചു കാലം ചേരാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നത് പോലും ആലോചിക്കുന്നു എന്ന മട്ടിലൊക്കെ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ പലതും നടന്നു. നിങ്ങൾ ആരെങ്കിലും ഔദ്യോഗികമായി പറഞ്ഞു എന്നല്ല, അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ പലയിടത്തും നടന്നു എന്നുള്ളതാണ്. ആ തരത്തിൽ കോൺഗ്രസ് എന്ത് തീരുമാനമെടുത്താൽ, നാളെ കോൺഗ്രസ് ആരെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചാലും അത് ഞങ്ങൾക്ക് സമ്മതമാണ്, ഞങ്ങളത് അംഗീകരിച്ച് മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുമോ ലീഗ്? അല്ല, ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്ത് പറയുന്നു എന്നതിന് ഇവിടെ ഇരുന്ന് മറുപടി പറയാനാവില്ല. ഒരു പാർട്ടി എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഈ ആൾക്കൂട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ജനാഭിലാഷവും ഒക്കെ ഞങ്ങൾ കൃത്യമായി പഠിക്കുന്നു. നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത്തവണ കേരളത്തിലെ ഏറ്റവും കൂടിയ വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയത് മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്കാണ്. അത് ഒന്നെടുത്താലും രണ്ടെടുത്താലും ഒക്കെയാണ് ഏകദേശം 3/4 ലക്ഷത്തോളം വോട്ടിന്റെ 3/4 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം വരെ നേടിയ നമ്മുടെ സ്ഥാനാർത്ഥികളും. ഇത് മനസ്സിലാക്കേണ്ടത്, ഇത്രയേറെ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളിൽ വരെ കനത്ത പ്രഹരം ഏൽപ്പിച്ച അവർ നിർത്തിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നമുക്കറിയാം 6 റൗണ്ട് എണ്ണിയപ്പോഴും പിറകോട്ട് കൊണ്ടുപോയ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പൊതുവികാരമുണ്ട്. ആ ജനങ്ങളുടെ ആൾക്കൂട്ടം നമ്മളാരും സൃഷ്ടിച്ചതല്ല. ആൾക്കൂട്ടം നമ്മൾ വലിയ പങ്കതിൽ വഹിച്ചിട്ടുണ്ട്. ആ ആൾക്കൂട്ടത്തിനിടയിൽ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരുണ്ട്. ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ വഹിച്ച പങ്ക് വലുതാണ്. അവരൊക്കെ തന്നെ വളരെ തൻ്റെ ഇടത്തോടു കൂടി കേരളം പോകുന്ന ഈ അപകടകരമായ അവസ്ഥയിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചെടുക്കണമെന്ന് പല ആവർത്തി പറഞ്ഞവരാണ്. അപ്പൊ സാംസ്കാരിക നായകന്മാരുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ പൊതുജനങ്ങളുടെ വികാരം വളരെ വലുതാണ്. അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ആ അഭിപ്രായങ്ങളും ആ ഇതവും ഒക്കെ വോട്ടായി മാറിയപ്പോഴാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ളത്. ആ ഭൂരിപക്ഷത്തിന് അനുസൃതമായ തീരുമാനം ഉണ്ടാകണം. പിന്നെ ഈ മുന്നണി സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ, നമ്മളൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ടീം UDF എന്ന് പറയുമ്പോൾ അത് ഒരുമിച്ച് നിൽക്കുകയാണ്. അവിടെ പിന്നെ ഭിന്നാഭിപ്രായമില്ല. അവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ പോയി, പേരാമ്പ്രയിൽ പോയി അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ വലിയ പിൻബലത്തോടു കൂടി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വിജയിക്കുമ്പോഴും, ഇപ്പുറത്ത് വന്ന് തവനൂരിൽ ജോയി ഇവിടുത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെ പിൻബലത്തോടു കൂടി വിജയിക്കുമ്പോഴും അതൊക്കെ തന്നെ ഒരു കുടുംബത്തെ പോലെ ഒരുമിച്ച് നടത്തിയ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ അതിനുശേഷം ആ ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കുന്ന ആളുകൾ ആരാകണം എന്നതിനെ കുറിച്ച് ഈ ഘടകകക്ഷികൾക്കൊക്കെ അഭിപ്രായം ഉണ്ടാകും. അത് ഹൈക്കമാൻഡിന് അറിയാം. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് വിളിപ്പിച്ചത്. അപ്പോ ഇപ്പൊ ഉയർന്നിട്ടുള്ള വിമർശനങ്ങളുണ്ടല്ലോ, മാത്യു കുഴൽനാടനും എന്തിന് MM ഹസൻ പോലും പറഞ്ഞു, അതൊക്കെ തള്ളുകയാണ്. അതൊക്കെ ഇപ്പോ സോദരർ തമ്മിലെ പോരല്ല എന്ന മട്ടിൽ അങ്ങ് വിടുകയാണ്. നാളെ നല്ലൊരു തീരുമാനം ഉണ്ടാവും. ആ നല്ല തീരുമാനത്തിനൊപ്പം കാര്യങ്ങളൊക്കെ നന്നാവും എന്ന് വിചാരിക്കുന്നു ലീഗ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ആ ഒരു അഭിപ്രായം ഹൈക്കമാൻഡിനില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഹൈക്കമാൻഡ് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ അഭിപ്രായം ആരാഞ്ഞതും ഞങ്ങളുടെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാർ നേരിട്ട് തിരുവനന്തപുരത്തെത്തി ഹൈക്കമാൻഡിനെ ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചത്. ഓരോ ഘടകകക്ഷികൾക്കും അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഹൈക്കമാൻഡ് മുമ്പിൽ പറഞ്ഞാൽ, കേരളത്തിലെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിമാരെ തെരഞ്ഞെടുത്ത പാരമ്പര്യമുള്ളവർ, ഒരുപാട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്ത പാരമ്പര്യമുള്ളവർ, നല്ല പക്വമതികളായ പരിചയസമ്പന്നരായ ആളുകളല്ലേ. അവരുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. അവരാ തീരുമാനമെടുത്താൽ ആ തീരുമാനം എന്തായിരിക്കും എന്ന് പരിശോധിച്ച് മുസ്ലിം ലീഗ് പാർട്ടിയെതിരെ തുടർന്നുള്ള നടപടികൾ എന്താകും എന്നതിനെ കുറിച്ച് എന്തൊക്കെ തീരുമാനിക്കണമെന്ന് ആലോചിക്കാൻ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ അധികാരപ്പെടുത്തുകയും ചെയ്തു. ഇനി സംസ്ഥാന പ്രസിഡന്റ് എന്ത് പറയുന്നോ ആ പറയുന്നത് ഞങ്ങളുടെ സുപ്രീമോ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെ തീരുമാനം. അതിനപ്പുറം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരിക്കലും ഒരു അഭിപ്രായം മറ്റൊന്നില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരാൾ ഇന്നയാളായിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പാർട്ടി എടുത്തിട്ട് നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട്. അത് ഹൈക്കമാൻഡിന് അറിയാം. ആ നേതാക്കന്മാർ തമ്മിലാണ് സംസാരിച്ചത്. അതെന്താണെന്ന് പൊതുസമൂഹത്തോട് ഷെയർ ചെയ്തിട്ടില്ല. അതിനനുസൃതമായൊരു തീരുമാനം വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും ആ തീരുമാനത്തിന് എന്താണ് ആ തീരുമാനം എന്ന് പരിശോധിച്ച് ഞങ്ങളുടെ നേതൃത്വം എടുക്കുന്ന ഏതൊരു നിലപാടിനോടും അടിയുറച്ചു നിൽക്കുന്നവരായിരിക്കും ഇവിടുത്തെ മുസ്ലിം പ്രവർത്തനം. എനിക്ക് ഒറ്റ ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയത് ചർച്ചയിലേക്ക് ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, നാളെയാണ് തീരുമാനം. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി തീരുമാനം പ്രഖ്യാപിച്ചാൽ മാത്രം മതി.
എന്തുകൊണ്ടായിരിക്കും ഇന്ന് തീരുമാനം പ്രഖ്യാപിക്കാതെ നാളത്തേക്ക് വെച്ചതെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അങ്ങനെ തീരുമാനം നാളെ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? നാളെ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാം. കാരണം അവസാന നിമിഷം, അതായത് ഇന്നും ഇന്നലെയുമായി നടന്ന ചർച്ചകളിൽ ഒരു പേരല്ല അവിടെ ചോദിച്ചത്, മറിച്ച് ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായാൽ എങ്ങനെയാവും നിങ്ങളുടെ പ്രതികരണം, എങ്ങനെയാണ് അതൊന്ന് സിന്തസൈസ് ചെയ്തെടുക്കുക, അല്ല എങ്കിൽ ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്, അതേക്കുറിച്ച് തീർച്ചമുറിച്ച് വരുത്തുന്ന ഒരു തിരക്കിലായിരുന്നു ഹൈക്കമാൻഡ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി തീരുമാനമെടുക്കാനൊന്നുമില്ല. തീരുമാനം അറിയാവുന്നത് ശ്രീ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കും ഒരുപക്ഷെ ഇത് പ്രഖ്യാപിക്കേണ്ട ഒരു പ്രചരണ സമിതി അല്ലെങ്കിൽ ഒരു മാധ്യമമായിട്ട് സംസാരിക്കുന്ന ആളായ ഒരുപക്ഷെ ജയറാം രമേശിനും ഈ 3 പേർക്കല്ലാതെ മറ്റാർക്കും അറിയണം എന്നില്ല. രഹസ്യമായി ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ സ്ഥാനമോഹിയെ ഈ തീരുമാനം അറിയിച്ചിരിക്കാൻ ഒരു സാധ്യതയും ഇപ്പോഴത്തെ നിലയിൽ വായിച്ചെടുക്കാനും ആവുന്നില്ല. നാളെ എന്തുകൊണ്ട് തീരുമാനം 11 മണിക്ക്, നാളെ രാവിലെ 11 മണിക്ക് ഒരുപക്ഷെ തിരുവനന്തപുരത്തായിരിക്കും CLP 63 അംഗ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി അംഗങ്ങളോട് തിരുവനന്തപുരത്ത് എത്താൻ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ സാന്നിധ്യത്തിലാവുമോ അതോ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലാവുമോ, ഇതേക്കുറിച്ചും കൃത്യമായ സൂചനകളില്ല. 11 മണി എന്നതിനെക്കുറിച്ച് ഔപചാരികമായ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നതിന് ഞാൻ കാണുന്ന ഏക ഉത്തരം ഒരു തരം ലെജിറ്റിമൈസേഷനാണ്. ഏത് തീരുമാനം, ആർക്കനുകൂലമായ തീരുമാനം വന്നാലും അത് ലെജിറ്റിമസി അത് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് സമയമെടുക്കും. ഇത് വികാരങ്ങളൊന്ന് സിങ്ക് ഇൻ ചെയ്യാനുള്ള ഒരു സമയം ഒരുപക്ഷെ KC വേണുഗോപാലിന് അല്ല കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തെയും ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് സംഘടനയ്ക്ക് വളരെ വിലയേറിയ വ്യക്തിത്വം തന്നെയാണ് ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗം തന്നെയാണ്, കൂടെ നടക്കുന്നയാളാണ്. രാഹുൽ ഗാന്ധി സ്ഥിരമായി വേണു 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 എന്ന് വിളിച്ച് നടക്കുന്നയാളുമാണ്. അദ്ദേഹത്തെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെയും വികാരം ഉണർപ്പെടേണ്ട ആവശ്യമില്ല, അതിന് സമയമെടുക്കുന്ന കാര്യമാണ്. രമേശ് ചെന്നിത്തല സീനിയർ നേതാവായതുകൊണ്ട് രമേശ് ചെന്നിത്തല സ്വാഭാവികമായി ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ്. തർക്കം മൂത്തിരിക്കുന്നത് VD സതീശനും വേണുഗോപാലുമായിട്ടാണ്. അങ്ങനെയെങ്കിൽ കൺസെൻസസ്, അവിടെയും ആ കൺസെൻസസ് അവിടെയല്ല പ്രഖ്യാപനം വരുന്നതെങ്കിൽ അവിടെയും ചെന്നിത്തലയുടെ സീനിയോറിറ്റിയെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെയും തീരുമാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെയും കൂടി എടുക്കേണ്ടതുണ്ട്. VD സതീശന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ക്യാമ്പിൽ കാണുന്ന ഒരു ആവേശം സത്യമാണ് എങ്കിൽ ആൾക്കൂട്ടം ഒരുപക്ഷെ തീരുമാനമായി മാറില്ലായിരിക്കാം. ശ്രീ അനൂപ് പറഞ്ഞത് ആ ഒരു രീതിയിലാണ്. പക്ഷേ ആത്യന്തികമായി വലിയ ഒരു ആവേശം അണപൊട്ടുന്ന രീതിയിൽ കേരളത്തിൽ വലിയ ആഘോഷങ്ങൾ ഉണ്ടാവാം. ഒരുപക്ഷെ ശ്രീ VD സതീശനാണ് ആത്യന്തികമായി നറുക്ക് വീഴുന്നത് എങ്കിൽ, അങ്ങനെയെങ്കിൽ തീർച്ചയായും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മഹാഭൂരിപക്ഷം സാധാരണക്കാരും കോൺഗ്രസ്സുകാർ അല്ലാത്തവർ, കോൺഗ്രസിന് താഴെത്തട്ടിലുള്ള ആളുകൾ, മിഡിൽ റേഞ്ച് നേതാക്കൾ, ഉന്നത നേതാക്കളും MLA-മാരെയും ഒഴിച്ചു നിർത്തിയാൽ സ്വീകരിക്കപ്പെടാവുന്നതേ ഉള്ളത്. മാത്രമല്ല MLA-മാർ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഒരു പേര് MLA-മാർ സ്വാഭാവികമായിട്ട് അനുസരിക്കും. ഒരിക്കലും MLA-മാരുടെ ഭാഗത്ത് നിന്ന് പൊട്ടിത്തെറി ഉണ്ടാവില്ല. ഇത് നോക്കൂ അഭിലാഷ്, പൊട്ടിത്തെറി ഉണ്ടാകുന്നെങ്കിൽ വേണുഗോപാൽ ആണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ തെരുവിൽ വൻപൻ പ്രതിഷേധം മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഹൈക്കമാൻഡ് റിയലിസ്റ്റിക് ആയിട്ട് അത് കാണേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതെങ്ങനെയാണ് നേതാക്കൾ, ഉന്നതരായ നേതാക്കൾ, മുൻ KPC പ്രസിഡന്റുമാർ, സീനിയർ നേതാക്കൾ എല്ലാവരും ഇടപെട്ട് അവരുടെ അണികളെ ശാന്തരാക്കേണ്ട. തീർച്ചയായിട്ടും നാളെ നമുക്ക് എന്താണ് തീരുമാനം എന്നറിയാം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. 4 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.